കേൾക്കാം 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 കേട്ടു കേട്ടു പഠിക്കാം. പാട്ടുണ്ട്, താളമുണ്ട്, ഈണമുണ്ട്, മേളമുണ്ട്, അറിവുണ്ട്, ന്യൂസുണ്ട്, കഥയുണ്ട്, ചോദ്യമുണ്ട്, ചിരിയുണ്ട്, കളിയുണ്ട്, കളിച്ചിരി മേളമുണ്ട്. കേൾക്കാം 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 കേട്ടു കേട്ടു രസിക്കാം. കേൾക്കാം 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 കേട്ടു കേട്ടു പഠിക്കാം. This is Namaste Chakkuballam. This is Namaste Chakkuballam. This is Namaste Chakkuballam. ഹലോ ഡിയർ ഫ്രണ്ട്സ്, ദിസ് ഈസ് യുവർ റേഡിയോ ചാനൽ നമസ്തേ ചക്കുവള്ളം. ഞാൻ നിങ്ങളുടെ പുതിയ RJ അമ്മു. ആൻഡ് ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അനു. വെൽക്കം കൂട്ടുകാരെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓണപ്പരീക്ഷ ഇങ്ങെടുക്കാറായി അല്ലേ കൂട്ടുകാരെ? നന്നായി തയ്യാറെടുക്കണേ. ഇന്ന് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് വല്ലതും ഉണ്ടോ അമ്മു? തീർച്ചയായും. നമുക്ക് ഈ ആഴ്ച ഒരു നവോത്ഥാന എപ്പിസോഡ് ആയാലോ? എന്താണ് നവോത്ഥാനമെന്ന് കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? യൂറോപ്പിൽ തുടങ്ങി ലോകമെമ്പാടും പടർന്ന ഒരു സാംസ്കാരിക മുന്നേറ്റമാണ് നവോത്ഥാനം. സാഹിത്യം, ശാസ്ത്രം, കല തുടങ്ങിയ എല്ലാ മേഖലകളിലും ഉണ്ടായ വിപ്ലവകരമായ മാറ്റം. നവോത്ഥാനം അഥവാ റിനൈസൻസ് എന്ന വാക്കിന്റെ അർത്ഥം പുനർജന്മം എന്നാണ്, അല്ലേ അമ്മു? അതെ അനു. നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ കൂട്ടുകാരെ? ശരിയായ രീതിയിൽ ശരീരം മറച്ച് വസ്ത്രം ധരിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന തലമുറയെപ്പറ്റി, മുറ്റത്ത് കുഴികുത്തി ആഹാരം കഴിച്ചിരുന്നവരെ പറ്റി, മേൽജാതി എന്നും കീഴ്ജാതി എന്നും കറുത്തവനെന്നും വെളുത്തവനെന്നും മനുഷ്യനെ തരം തിരിച്ചിരുന്ന ഇരുണ്ട കാലഘട്ടം നമ്മുടെ കേരളനാടിനുണ്ടായിരുന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ആരാധനയ്ക്കോ സഞ്ചാരത്തിനോ സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലഘട്ടം. അതിൽ നിന്നും നമുക്ക് പുനർജന്മം നൽകിയ അനേകം മഹാത്മാക്കളുണ്ട്. അയ്യൻകാളി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, മന്നത്ത് പത്മനാഭൻ, വൈകുണ്ഠ സ്വാമികൾ, കെ കേളപ്പൻ തുടങ്ങിയ ധാരാളം നവോത്ഥാന നായകർ. ഇതിൽ ഏറ്റവും പ്രധാനിയാണ് ശ്രീനാരായണ ഗുരു. ഓഗസ്റ്റ് 20 ചൊവ്വാഴ്ച ശ്രീനാരായണ ഗുരു ജയന്തിയായിരുന്നു, അല്ലേ അനു? അതേ അമ്മു. ശ്രീനാരായണ ഗുരു എന്ന സാമൂഹ്യ പരിഷ്കർത്താവിനെ നമുക്കറിയാം. അതിനായി നമുക്ക് ചന്തുചേട്ടനെ വിളിക്കാം. വെൽക്കം ചന്തു. ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിന്റെ ശില്പി, സാമൂഹിക പരിഷ്കർത്താവ് എന്നിങ്ങനെയുള്ള പേരുകളിൽ ചുരുങ്ങി അറിയപ്പെടുന്ന ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. 1855 ഓഗസ്റ്റ് 28 തിരുവനന്തപുരത്തിനടുത്തുള്ള ചെമ്പഴന്തിയിലായിരുന്നു ജനനം. കൊല്ലവർഷം 1031 ചിങ്ങം 14 ചതയ നക്ഷത്രത്തിലായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ ജന്മദിനം ചതയ ദിനാഘോഷം എന്ന പേരിൽ കേരളമെമ്പാടും ആഘോഷിച്ചു വരുന്നു. ഭാഷാ പണ്ഡിതന്മാരായിരുന്ന അമ്മാവന്മാരിൽ നിന്നും ആരംഭിച്ച പഠനം അദ്ദേഹത്തെ വിവിധ വിഷയങ്ങളിൽ നൈപുണ്യം നേടുന്നതിന് സഹായിച്ചു. തമിഴ്, മലയാളം, സംസ്കൃത ഭാഷകളിൽ പാണ്ഡിത്യം. കവി, വൈദ്യൻ, യോഗി, സാമൂഹിക പരിഷ്കർത്താവ്, മികച്ച സംഘാടകൻ എന്നിങ്ങനെ വിവിധ നിലകളിൽ നടന്ന നിശബ്ദ വിപ്ലവമായിരുന്നു ശ്രീനാരായണ ഗുരു. കേരളം ഏറ്റെടുത്ത ചില വരികളും സന്ദേശങ്ങളും ശ്രീനാരായണ ഗുരുദേവ കൃതികളുടെ ഉള്ളടക്കമാണ് എന്നത് നമ്മളിൽ എത്ര പേർക്കറിയാം? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നത് ജാതി നിർണയം എന്ന കൃതിയുടെ ആദ്യ വരികളാണ്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. ആത്മോപദേശ ശതകം എന്ന 100 പദ്യങ്ങൾ അടങ്ങിയ കൃതിയിലെ 24-ാം പദ്യത്തിലെ 2 വരികൾ മാത്രമാണിവ. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ എന്നാരംഭിക്കുന്ന മതേതര പ്രാർത്ഥനയും ഗുരുവിന്റെ അദ്വൈത ദർശനവും മതേതര ദർശനവും വിളിച്ചോതുന്ന അനുകമ്പാ ദശകം എന്ന 10 പദ്യങ്ങൾ അടങ്ങുന്ന കൃതിയും എല്ലാ മതതത്വങ്ങളെയും ആചാര്യന്മാരെയും അനുസ്മരിപ്പിക്കുന്നു. മലയാള സംസ്കൃത വൃത്തങ്ങളിൽ പ്രാസം, പദസമ്പത്ത് തുടങ്ങിയവയാൽ സമൃദ്ധമായ 60-ലേറെ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മലയാള ഭാഷയുടെ അറിയപ്പെടാതെ പോകുന്ന കവികളിൽ ഒരാളാണ് അദ്ദേഹം. കേരള നവോത്ഥാനത്തിന്റെ ആധാരശില എന്നറിയപ്പെടുന്ന അരുവിപ്പുറം പ്രതിഷ്ഠ 1888 നടന്നു. മനുഷ്യന്റെ ആന്തരിക ഔന്നത്യം ലക്ഷ്യം വെച്ച് അദ്ദേഹം 40-ലേറെ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. കേരളത്തിലെ ആദ്യത്തെ സമുദായ സംഘടന എന്ന പേരിൽ അറിയപ്പെടുന്ന SNDP യോഗം, കേരളത്തിലെ ആദ്യകാല ലോട്ടറികളിൽ ഒന്നായ ശ്രീനാരായണ ധർമ്മശോടതി, വാടപ്പുറം PK ഭാവയിലൂടെ സ്ഥാപിതമായ ആദ്യ തൊഴിലാളി യൂണിയൻ, കേരളത്തിലെ ആദ്യകാല ബാങ്കിംഗ് സംരംഭമായ കാലിക്കറ്റ് ബാങ്ക്, കേരളത്തിലെ ആദ്യത്തെ കാർഷിക വ്യവസായ പ്രദർശനം കൊല്ലം, കേരളത്തിലുടനീളം സ്ഥാപിക്കപ്പെട്ട വിദ്യാലയങ്ങൾ, നിശാ പാഠശാലകൾ, കൈത്തൊഴിൽ ശാലകൾ, സർവമത പാഠശാല, മഹാകവി കുമാരനാശാൻ, TK മാധവൻ, സഹോദരൻ അയ്യപ്പൻ, C കേശവൻ എന്നീ പ്രതിഭകളെ വാർത്തെടുത്തത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തന്റെ ആശ്രമം വെല്ലൂർ മഠം തന്നെ വിട്ടു നൽകിയ ഉദ്യമം, ഏഷ്യയിലെ ആദ്യത്തെ സർവമത സമ്മേളനം തുടങ്ങി ഗുരുവിന്റെ ശിക്ഷണത്തിൽ വളർന്നു വന്ന വ്യക്തികളും സംരംഭങ്ങളും ഏറെയാണ്.
തന്റെ കൃതികളിലൂടെ വേദാന്തം ലളിതമായി അവതരിപ്പിച്ച ഗുരു ദൈവം എന്തെന്നും എങ്ങനെ ദൈവത്തെങ്കിലേക്ക് എത്താമെന്നും വിവരിക്കുന്നു. അതിന്റെ സാരാംശം തിരിച്ചറിഞ്ഞവർ അദ്ദേഹത്തെ ദൈവമായും കരുതിപ്പോരുന്നു. ബ്രാഹ്മണ പൗരോഹിത്യെ വെല്ലുവിളിച്ച് സ്ഥാപിച്ച ക്ഷേത്രങ്ങളിലൂടെയും വേദാന്തത്തിന്റെ പരിഭാഷകളിലൂടെയും ജാതി വ്യവസ്ഥയെ തുടച്ചുമാറ്റുന്ന പ്രവർത്തനം അദ്ദേഹം തുടങ്ങിവെച്ചു. SNDP യോഗം, സന്യാസി സംഘം, വിദ്യാലയങ്ങൾ, തൊഴിൽശാലകൾ എന്നിവയിലൂടെ മനുഷ്യന്റെ ആത്മീയ ഭൗതിക പുരോഗതിയും ലക്ഷ്യം വെച്ചു. വിപുലമായ ആ പ്രവർത്തനങ്ങളെയാണ് നാം സാമൂഹിക പരിഷ്കരണം എന്ന പരിധിയിൽ ഒതുക്കി നിർത്തി പ്രസ്താവിച്ചു പോരുന്നത് എന്ന് മാത്രം. 1928 സെപ്റ്റംബർ 20 മലയാള മാസം കന്നി 5 ആ ബഹുമുഖ പ്രതിഭ മഹാസമാധിയായി. This is Namaste Chakkuballam. This is Namaste Chakkuballam. This is താങ്ക് യു ചന്ദ്രചേട്ടാ. ഇതുപോലെ ഇനിയുമുണ്ട് ധാരാളം നവോത്ഥാന നായകർ. ഓരോരുത്തരെയും നമുക്ക് വരും എപ്പിസോഡുകളിൽ പരിചയപ്പെടാം. അതുപോലെ വൈക്കം സത്യാഗ്രഹം എന്ന് കേട്ടിട്ടുണ്ടോ കൂട്ടുകാരെ? വൈക്കം ക്ഷേത്രത്തിന് പുറത്തുള്ള വഴി താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഈ വലിയ തെറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് 1924 TK മാധവൻ, KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, CV കുഞ്ഞിരാമൻ, K കേളപ്പൻ എന്നീ നേതാക്കൾ സമരം നടത്തി. 600 ദിവസത്തിലധികം സമരം നീണ്ടുനിന്നു. ശ്രീനാരായണ ഗുരു, EV രാമസ്വാമി നായ്ക്കർ, പഞ്ചാബിൽ നിന്ന് അകാലികൾ, മഹാത്മാഗാന്ധി എന്നിവരുടെ എല്ലാം സാന്നിധ്യം സമരം കൂടുതൽ ശക്തമാക്കി. 1925 സമരം വിജയകരമായി അവസാനിക്കുകയും റോഡ് എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുകയും ചെയ്തു. ഇത് വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികമാണ് കേട്ടോ കൂട്ടുകാരെ. ഇത് നമുക്കൊരു നവോത്ഥാന ഗാനമാവാം. നമുക്ക് 6ാം ക്ലാസ്സിൽ നിന്നും റോൺസിയെ വിളിച്ചാലോ? വെൽക്കം റോൺസി. കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിയെ പരിഹസിച്ചുകൊണ്ട് പണ്ഡിറ്റ് KP കറുപ്പൻ എഴുതിയ കവിത ജാതിക്കുമ്മി. ശ്രീ ശങ്കരാചാര്യ സ്വാമി മുന്നം കാശിയിൽ വെച്ചു കൂളി കഴിഞ്ഞു. ഈശനെ കാണുവാൻ പോയപ്പോഴുണ്ടായ പേശലിതു കേൾക്കായോഗപ്പെണ്ണെ, അത് മോശത്തരം തീർക്കും ഞാനൊപ്പെണ്ണെ. തിങ്കൾ തലയൻ പറയനുമായി ശങ്കരി എന്ന പറച്ചിയുമായി ശങ്കരാചാര്യർ വരുന്ന വഴി മധ്യ ശങ്കയെങ്ങി നിന്നു യോഗപ്പെണ്ണെ. എല്ലോരംഗമുണ്ടായപ്പോൾ ഞാനെന്നെ കെട്ടിയ പെണ്ണുമായി മാർഗമദ്യം മുട്ടിച്ചിടാതി വഴി മാറേടാ. പട്ടിയിലിങ്ങനെ ആചാര്യസ്വാമികൾ തട്ടിക്കേറിയല്ലോ യോഗപ്പെണ്ണ്. നാടൻ മട്ടിട്ടല്ലോ എന്നും ജ്ഞാനപ്പെണ്ണ്. ആട്ടിയ നേരത്തു ചാണ്ടാളൻ മട്ടൊന്നു മാറി മോഹം കറുത്തു. പെട്ടെന്നു ചൊല്ലി ഞാൻ കാര്യം ഗ്രഹിയാതെ വിട്ടൊഴുകിയിലേടോ യോഗപ്പെണ്ണ്. ഇത് മുട്ടാളക്കമല്ലേ ജ്ഞാനപ്പെണ്ണ്. ജാതിഹീനൻ നീ പറയണല്ലോ, ജാതിയിൽ മുൻപൻ ഞാൻ ബ്രാഹ്മണനും. ഓതിയാലപ്പോൾ നീ ഓടേണ്ട മാറേണ്ട, നീതി കൈക്കൂപ്പേണ്ട യോഗപ്പെണ്ണെ. നിന്റെ ഹാദിക്കതു കൊള്ളാം ജ്ഞാനപ്പെണ്ണെ. എല്ലാവരും നമ്മൾ മനുഷ്യന്മാർ, എല്ലാതെ മാടും മരവുമല്ല. വല്ലായ്മ പോക്കുക ശാസ്ത്രീയമാം ജാതി, ചൊല്ലാം മനുഷ്യത്വം യോഗപ്പെണ്ണെ. ഒരു നല്ല ജാതിയതു ഞാൻ. This is Namaste Chakkuballam. This is Namaste Chakkuballam. സൂപ്പർ റോൺസി. ഇനി നമുക്ക് സ്കൂൾ വാർത്തകളാവാം. അതിനായി 10ാം ക്ലാസ്സിലെ ആര്യ ചേച്ചിയെ വിളിക്കാം. വെൽക്കം ആര്യ ചേച്ചി. നമസ്കാരം. സ്കൂൾ വാർത്തകൾ. ചക്കുവെള്ളം ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിൽ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായി ആഘോഷിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ GK ഫിലിപ്പ് പതാക ഉയർത്തി. അസംബ്ലിക്ക് ശേഷം നടത്തിയ പൊതുസമ്മേളനത്തിൽ HM ശ്രീ രാജശേഖരൻ സാർ, വാർഡ് മെമ്പർ ശ്രീമതി റീന വിനോദ്, PTA പ്രസിഡന്റ് ശ്രീ ചാക്കോ തോമസ്, അണക്കര റോട്ടറി ക്ലബ് അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളുടെ അവതരണവും നടന്നു. റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ പായസ വിതരണവും ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു. കുട്ടികളുടെ സമ്പാദ്യ പദ്ധതി സഞ്ചയികയിലെ നിക്ഷേപം തിങ്കളാഴ്ച ക്ലാസ് ടീച്ചേഴ്സിനെ ഏൽപ്പിക്കേണ്ടതാണ്. പദ്ധതിയുടെ ചുമതലക്കാരായി 7ാം ക്ലാസ്സിൽ നിന്നും കുമാരി ജസ അന്ന ജോളിയെയും 8ാം ക്ലാസ്സിൽ നിന്നും മാസ്റ്റർ സോജിൻ ചാക്കോയെയും തിരഞ്ഞെടുത്തു.
ചക്കുവള്ളം ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ഹെഡ് മാസ്റ്റർ ശ്രീ രാജശേഖരൻ സാർ നിർവഹിച്ചു. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമാപിച്ചു. 9ാം ക്ലാസ്സിലെ ജസിൻ ജിജോ സ്കൂൾ ലീഡറായും 5ാം ക്ലാസ്സിലെ അരുണിമ അരുൺ ഡെപ്യൂട്ടി ലീഡറായും തെരഞ്ഞെടുക്കപ്പെട്ടു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. ഇനി നമുക്ക് ബർത്ത്ഡേ വിഷസ് നൽകാം. 23-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്നത് 8ാം ക്ലാസ്സിൽ നിന്നും ഗോകുൽ ശ്രീജിത്ത്. ഹാപ്പി ബർത്ത്ഡേ ഗോകുൽ. ഇനി തൽക്കാലം നിർത്തിയാലോ അമ്മോ? പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെ ഇനി ഓണനാളുകളാണ്. മനോഹരമായ ഓണ എപ്പിസോഡുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ശബ്ദം റേഡിയോയിലൂടെ കേൾക്കാൻ ആഗ്രഹമില്ലേ? അതിനായി നിങ്ങൾ തയ്യാറായിരിക്കും. This is your radio channel. Namaste Chakkuballam. Now we are signing off from the show. Bye.